പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നാദറ ഇവിടെ ഒരു സെലിബ്രിറ്റി ആയി മാറുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നാദറ എന്താണ് ഈ വരുന്നവരൊക്കെ നാദറയോട് ചോദിക്കുന്നത്? പൊങ്കാല തിരക്കിനിടയിലും അവര് നാദറയെ വിടുന്നില്ലല്ലോ. ഒരു ചെറിയ അഹങ്കാരമുള്ളത്, ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം കൂടിയാണ്. അപ്പം ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. കാരണം ആറ്റുകാലിന് തൊട്ടടുത്തുള്ള സമീപത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും പഠിച്ചതും വളർന്നതൊക്കെ ഈ പരിസര ഭാഗത്ത് തന്നെയാണ്. അപ്പം അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് എന്നെ കാണാൻ കിട്ടുന്ന ഒരു സാധ്യത കൂടിയാണ്. അപ്പൊ അവരുടെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അവർ അടുത്തറിയുന്ന സമയത്ത് ഒരു സെൽഫി ചിലരൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താ ചോദിക്കണേ? തീർച്ചയായിട്ടും അവരെ എന്നെ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ എന്റെ സാരി കണ്ടിട്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ. പ്രത്യേകിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നുള്ളത്. നമ്മളുടെ സെലിബ്രിറ്റികളെ മറക്കരുത്. തീർച്ചയായിട്ടും ഇന്ന് ഓൺ ഡ്യൂട്ടിയിലാണ്. നമ്മൾ ഒരുപക്ഷെ റിപ്പോർട്ടിംഗിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ന്യൂസ് 18 മുന്നോട്ട് വെക്കുന്നത്. കാരണം ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ടർ, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ അതിലേറെ അഭിമാനിച്ചുകൊണ്ട് ഓൺ ഡ്യൂട്ടിയിലാണെന്നുള്ളതാണ്. ഇവിടിപ്പോ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നവമി അവർക്ക് നിൽക്കാൻ സമയമില്ല. നമ്മളൊരു പ്രതികരണത്തെ അടിച്ചാൽ പോലും സമയമില്ല. ആ ആളുകൾ വരെ തിരിഞ്ഞു വന്ന് നാദറയെ പിടിച്ചിട്ട് സ്നേഹപ്രകടനം നടത്തിയിട്ട് പോകുന്നത് കാണാം. അതെ അതെ. അപ്പൊ ഒരുപക്ഷെ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഒരുപക്ഷെ ഇവരുടെ അടുത്ത് കേൾക്കേണ്ടി വരാറുണ്ട്. എങ്കിൽ പോലും ഡ്യൂട്ടി മറക്കാറില്ല എന്നുള്ളതാണ്. ബിഗ് ബോസിലെ വിശേഷം തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ വിശേഷങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇപ്പൊ ന്യൂസ് കാണുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. കാരണം ന്യൂസ് കാണുന്ന പ്രേക്ഷകരുടെ ഒരു വലിയൊരു തോതുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടൊക്കെ തന്നെ അഭിപ്രായം പറയാറുണ്ട്. എന്തായാലും നാദറ ഇനി അങ്ങോട്ട് സെലിബ്രിറ്റികളെ തേടിയും മറ്റ് അമ്പലത്തിന് ചുറ്റുമുള്ള പൊങ്കാല വിശേഷങ്ങൾ തേടിയും പോവുകയാണ്. അമ്മ ദർശനം കിട്ടിയോ? ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാന്നാണോ? പോണം, ഇവിടെ കാത്തു നിൽക്കുക. അതുവഴി ഇവിടെ കൂടെ ക്യൂ നിൽക്കാൻ വയ്യ അല്ലേ? ക്യൂ നിൽക്കാൻ വയ്യാതില്ല എന്ന് വെച്ചാൽ അമ്മയെ കാണാൻ വരുമ്പോൾ വയ്യാതെ ഒന്നും പ്രശ്നമല്ല, കാണണം. അല്ല, ഇങ്ങനെ വിഷമത്തോടെ പോകാനാണോ ഞാൻ ചോദിച്ചത്? വിഷമത്തിൽ മുഖം കാണാൻ പറ്റില്ല, തൊഴാൻ പറ്റില്ല. ഇനി അതുവഴി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. തിരക്ക് കൂടുതലാണോ? ഭയങ്കര തിരക്ക്. അമ്മ ഓരോ പൊങ്കാല ഇടുന്നുണ്ടോ? എനിക്ക് പൊങ്കാല ഇട്ടൂടാ. എന്റെ അതുകൊണ്ട് പൊങ്കാല ഈ വർഷം ഇട്ടൂടാ. ഞാനിവിടെ അടുത്തിരുന്നാണ്, എന്നും വന്ന് തൊഴും. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. എന്തിന് അതിലെ കുളിച്ച് തൊഴുന്നു. എന്നും കാണുന്ന അമ്മയാണ്, കാണാൻ സാധിക്കട്ടെ. എന്നും കാണുന്നതാണ് ആറ്റുകാലമ്മയെ. ഇന്നത്തെ ദിവസം കാണുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രത്യേകതയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നത് തന്നെയാണ്. അമ്മ ഇത്ര വലുതൊന്നും ആയില്ല. നമ്മൾ കൊച്ചു കുട്ടികൾ ഇവിടെ കഞ്ഞിയും കറിയും വെച്ച് കളിച്ച വാക്കുകളാണ്. അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യകാലത്ത് അമ്മ കുഞ്ഞിലെ മുതലേ ഇവിടെയുണ്ട്, ഇത്രയേറെ തിരക്കൊന്നുമില്ല. ഇപ്പൊ അത് കൂടിക്കൂടി വരുന്ന കാണുമ്പോ ഒരു സന്തോഷം തന്നെയല്ലേ? പിന്നെ ഞങ്ങളെ ദൈവം കൂടിക്കൂടി വരുന്നത് നമ്മളെ കോവില് നമ്മളെ കോവിലെന്നാണ്. നമ്മുടെ കോവിൽ എന്ന് പറയുന്ന കോവിൽ ലോക പ്രശസ്ത കോവിലായി മാറുന്നു. ഈ സന്തോഷമാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലും പങ്കുവച്ചത്. പുരസ്കാരം വാങ്ങിക്കൊണ്ട് മോഹൻലാല് ആ സന്തോഷം പങ്കുവെക്കുമ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നു, വളരെ അഭിമാനത്തോടു കൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അത്രമാത്രം അഭിമാനമാണ് പറഞ്ഞു. തിരുവനന്തപുരക്കാരെ സംബന്ധിച്ച് അത് അഭിമാനം തന്നെയാണ്. തിരുവനന്തപുരത്തെ ലോകത്തിന് അടയാളപ്പെടുത്തുന്ന ഒരു പൈതൃക ഇടമായി അല്ലേ ആറ്റുകാൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനന്തപത്മനാഭനും തിരുവനന്തപുരത്തിന്റെ സ്വകാര്യ അഹങ്കാരം. എനിക്ക് മോഹൻലാലും ഞങ്ങൾ തിരുവനന്തപുരംകാർക്കൊക്കെ അതിന് അഹങ്കാരം, സ്വകാര്യ അഹങ്കാരമാണ്. വിദേശത്ത് നിന്നുള്ള അവര് നമ്മുടെ കേരള സാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് പേരെ കണ്ടുല്ലേ. കേരള സാരിയൊക്കെ കൊടുത്ത് വിദേശികള് ഇവിടെ വരികയാണ്. ഇത് കണ്ടവർക്ക് അത്ഭുതമാണ്. ഇത്രയേറെ തിരക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ. എന്താണ് ഇതിന്റെ ഐതിഹ്യം എന്നൊക്കെ തേടി അവരും വലിയ കൗതുകത്തോടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ എവിടുന്നൊക്കെയാണ് ആളുകൾ വരുന്നതെന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് അനുശ്രീക്കായിരിക്കും. തമ്പാനൂരിൽ അനുശ്രീയുണ്ട്. നല്ല വെയില് വന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അനുശ്രീ, എന്താണ് തമ്പാനൂരിലെ കാഴ്ചകൾ? ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഓരോ ട്രെയിൻ വരുമ്പോഴും നൂറുകണക്കിന് ആളുകളായിരിക്കും പൊങ്കാലയിടാൻ വരുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? രേണുക, ഞാനിപ്പോൾ അരിസ്റ്റോ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലയ്ക്കാത്തൊരു പ്രവാഹം. തിരുവനന്തപുരം മുഴുവൻ ഇപ്പോൾ സ്ത്രീകൾ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷന്മാരെയൊന്നും ഇവിടെ വളരെ തുച്ഛമായി മാത്രമേ കാണാനുള്ളൂ. മുഴുവൻ സ്ത്രീകളാണ്. പൊങ്കാലയ്ക്കുള്ള അടുപ്പൊരുക്കി പൊങ്കാല നിവേദിക്കാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.
എൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ നിറത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുറേ പേരിങ്ങനെ നിരന്നിരിക്കുന്നതാണ്. ഇവരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് വന്ന ആളുകളാണ്. വ്രതമൊക്കെ നോറ്റ് പൊങ്കാലയിടാനുള്ള ആഗ്രഹം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവരോടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? നിങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ പൊങ്കാല ഇടാൻ? കഴിഞ്ഞ വർഷം മെഡൽ ഉണ്ടായിനെ. ഞാൻ തന്നെ. ഇത്തവണത്തെ എങ്ങനെയുണ്ട്? കുറെ ആൾക്കാരൊക്കെ ഉണ്ടോ കഴിഞ്ഞ തവണത്തേന്? ഇപ്രാവശ്യം 42 പേരുണ്ട്. ശിവശക്തി നമ്മളെ കൊണ്ടുവരുന്നതല്ലേ, 2 പ്രാവശ്യമായിട്ട് ശിവത്തെ പാക്കേജാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഇത്തവണ തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരൊക്കെ വന്നു. പിന്നെ ആറ്റുകാലില് ഭയങ്കര തിരക്കാണ്. അമ്പലത്തിൽ പോയിരുന്നു. ഇന്നലെ അമ്പലത്തിൽ പോയി ദർശനം ചെയ്ത് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അവിടെ ഭയങ്കര തിരക്കാണ്. മൊത്തത്തിൽ എല്ലാ അമ്പലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര തിരക്കാണ്. ഒരുപാട് നേർച്ചയൊക്കെ നേർന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കും ഇവര് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. കഴിഞ്ഞ തവണ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്ന ആളുകളായിരിക്കില്ല. അതൊക്കെ സാധിച്ചോ? ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരുന്നതാണ്. കൊല്ലം വരുന്നത്. കണ്ണൂർ എവിടെയാ? പയ്യന്നൂര്. നിങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ ഇവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 35ഓളം പേരായിരുന്നു കഴിഞ്ഞ തവണ വന്നത്. ഇത്തവണ അത് 40ഓളം പേരാണ് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വിവിധ ജില്ലകളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് പൊങ്കാല ഇടാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആ തമ്പാനൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആളുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയ്ക്കുള്ള മറ്റൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് റോഡുകൾക്ക് ഇരുവശത്തുമായിട്ട് പൊങ്കാല അടുപ്പുകളൊക്കെ ഒരുക്കി പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ഒരു സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അതോടെ ഇപ്പം നമുക്ക് കാണാം റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് പൊങ്കാല കലങ്ങളിൽ പൂക്കളൊക്കെ ചുറ്റി കലങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിവേദ്യമൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ട്? ഇതിനുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം പൊങ്കാല ഇടുന്നത്. ആദ്യത്തെ തവണയാണ്. കണ്ണൂരിൽ നിന്നല്ലേ വരുന്നത്? അതെ, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് ആദ്യത്തെ പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസാ. ഇനി വരുന്ന തുടങ്ങണത്രയല്ല ശരിക്കും. അപ്പോൾ തുടങ്ങിയിട്ട് ഇനി വരാനുള്ളത് കാത്തിരിക്കുകയാണ് ചെയ്യാൻ വേണ്ടി. വേറെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ? ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തടുത്തുള്ളവരാണ്. തിരുവനന്തപുരം എങ്ങനെയുണ്ട്? പൊങ്കാല കാലത്തെ തിരുവനന്തപുരം കാണാൻ എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് ഇത്രയും ഭയങ്കര അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളൊരു ഭയങ്കര സൗന്ദര്യമുള്ള സംഭവമല്ല കാണാൻ വേണ്ടി. സിറ്റി മൊത്തം ഇതുപോലെ ഇതുവരെ സിറ്റി കണ്ടിട്ടില്ല. ഇതിനു മുന്നേ ഫുൾ വണ്ടികളും തിരക്കുകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഐശ്വര്യമുള്ളൊരു സംഭവം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ചു ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമായിരിക്കും ഇതെന്ന് പ്രതീക്ഷിച്ച പൊങ്കാലയുടെ സമയത്ത്? കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടപ്പം ശരിക്കും വേറൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. വിവിധ ജില്ലകളിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ട്. വളരെ ഭക്തിയോടെ അമ്മയ്ക്ക് പൊങ്കാല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.